മോർണിംഗ് അൻറ്റമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനായിരിക്കും നമുക്ക് എന്താണ് ഒരു മടിയും ഇല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര കഴിച്ചാലും നമ്മൾ മടുക്കൂല എന്നൊക്കെ പറയുന്ന ഫുഡ്. അപ്പൊ എന്താണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം നമ്മൾ എപ്പോഴും കഴിക്കുന്നതിന് പകരം എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും നമുക്ക് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു അളവിൽ നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഫുഡ് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ വിവിധ ഫുഡ് ഐറ്റംസിനെ പറ്റി, ആ ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോഷകഘടകങ്ങളെ പറ്റി, അതിന്റെ കുറച്ച് പ്രത്യേകതകളെ പറ്റി ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും എന്തിനാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും കഴിക്കുന്നത്? നമുക്കറിയാം ചില ഫുഡ് ഐറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോഷകഘടകങ്ങൾ വേറൊരു ഫുഡ് ഐറ്റത്തിൽ നിന്ന് നമുക്ക് എന്താണ് അത്ര നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ വേണം, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ വേണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എന്താണ് പോഷകഘടകങ്ങൾ എന്ന് ചെറുതായിട്ട് നിങ്ങളൊരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ന്യൂട്രിയൻസ് ആർ ദി സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നീഡഡ് ബൈ അവർ ബോഡി ഫോർ എ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്തി ബോഡി ഫംഗ്ഷൻ. അതായത് ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യകരമായ ശരീര പ്രവർത്തനത്തിനും വേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ പോഷകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കുറച്ചധികം പോഷകഘടകങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകങ്ങൾ, ഓക്കെ, അതുപോലെ തന്നെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, ഫാറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പ്, വിറ്റാമിൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവകങ്ങൾ, അതുപോലെ മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ, പിന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ ജലം, അതിന്റെ കൂടെ തന്നെ ഫൈബറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ എന്തിനാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം, അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ അളവിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനുശേഷം നമുക്ക് പ്രോട്ടീൻ ഒക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഫാറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മക്കളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഈ ഫുഡ് ഐറ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് കിട്ടുന്ന ന്യൂട്രിയന്റ് ഏതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ എന്താണ് കുറച്ച് എണ്ണ പലഹാരങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ ഈ എണ്ണ പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് എന്താണ്? ഫാറ്റ് ആണ് അല്ലെങ്കിൽ കൊഴുപ്പാണ്. അപ്പൊ ഈ ഫാറ്റിന്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ ഇതാ വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിന് ചെറിയ അളവിൽ ആവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ മിസ് പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നല്ല അളവിൽ വേണം, പ്രോട്ടീൻ എന്ന് പറയുന്നത് ആവശ്യത്തിന് വേണം, പക്ഷേ നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി. ഈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ മാംസം, അതുപോലെ തന്നെ മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട തുടങ്ങിയവയൊക്കെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ ഫാറ്റ്സും എന്തായിരിക്കും? നമുക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട ഊർജം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം, നമുക്കറിയാം വിറ്റാമിൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, കുറെ വിറ്റാമിൻസ് ഉണ്ട്. അതിൽ ചില വിറ്റാമിൻസ് കൊഴുപ്പിൽ മാത്രമേ ലയിക്കത്തുള്ളൂ. അപ്പൊ ഈ വിറ്റാമിൻസ് ലയിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില വിറ്റാമിൻസ് അല്ലെങ്കിൽ ചില വൈറ്റമിൻസ് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായും കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ ഫാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തൊക്കെയായിരുന്നു? ഒന്ന് എന്താണ്? സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ മീറ്റ്, ഫിഷ്, മിൽക്ക് പ്രൊഡക്റ്റ് എന്നിവയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ്? ഓയിൽ, ഗീ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫാറ്റിന്റെ ആ ഓരോ സോഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഫാറ്റ് ഓൾസോ പ്രൊവൈഡ് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സർട്ടൈൻ വിറ്റാമിൻസ് ഡിസോൾവ് ഓൺലി ഇൻ ഫാറ്റ്. അതായത് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിലേക്കും കുറച്ച് ഫാറ്റ് നമ്മുടെ ഫാറ്റിലേക്കും കൊഴുപ്പിലേക്കും. അപ്പൊ കൊഴുപ്പിൽ ലയിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ആവശ്യമായിട്ട് വരും. അപ്പൊ ഫാറ്റിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയുമാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫാറ്റിനെ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് പറ്റും. ഒരു പഴംപൊരിയൊക്കെ മേടിച്ചാൽ നമ്മളൊരു പേപ്പറിലാണ് മടക്കി വെക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ പേപ്പർ നോക്കിയാൽ ആ പേപ്പർ നല്ല ഒന്നാം തരം എണ്ണ പുരണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ എണ്ണയുടെ പാട് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ഭക്ഷ്യവസ്തുവിൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫാറ്റിന്റെ ഒരു അളവ്.
എത്രയാണ്. അപ്പം നമ്മളത് ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ആ ഒരു എമൗണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റിന്റെ ഒരു രൂപമാണ്. ഈ ഫാറ്റിന്റെ അളവ് കൂടിയാൽ എന്ത് സംഭവിക്കും? കൊളസ്ട്രോൾ ആയിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പൊ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെങ്കിൽ പോലും കൊളസ്ട്രോൾ ഉണ്ടാവുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പൊ കൊളസ്ട്രോൾ എന്താണ് എന്നും കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. അപ്പം ബ്ലഡ് ഷുഗറിന്റെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെയും ആ ഒരു റീഡിങ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി എന്താണ് കൊളസ്ട്രോള്? കൊഴുപ്പിന്റെ ഒരു രൂപം തന്നെയാണ് കൊളസ്ട്രോള്. നമുക്കറിയാം, ഈ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫാറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ ഭക്ഷണത്തിൽ നിന്നല്ലാതെ നമ്മുടെ ശരീരവും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിയായ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ഫാറ്റും കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഫാറ്റിന്റെ അളവ് കൂടുന്നു. അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ രക്തക്കുഴലിലൊക്കെ ആ ഒരു ഫാറ്റ് അടിഞ്ഞുകൂടുകയും നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് പല പല ഡിസീസസ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രോപ്പർ ബോഡി ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് വേണം. അപ്പൊ അതാണ് നമ്മൾ കൊളസ്ട്രോൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരവും കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നു. കൊളസ്ട്രോളിന്റെ അളവ് ഉയർന്നാൽ അത് രക്തക്കുഴലുകളുടെ ആന്തരിക ഭിത്തികളിൽ ചേർന്ന് രക്തപ്രവാഹം തടയുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്ക് വരുന്നു. അതിനാൽ കൊഴുപ്പുള്ള ഭക്ഷണം അമിതമായി കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ കഴിക്കണം, കൊഴുപ്പടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം. അമിതമായാലാണ് അത് അപകടമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വൺ ഫോം ഓഫ് ഫാറ്റ് ആണ്. ബിസൈഡ് ഒബ്റ്റൈനിങ് ഫ്രം ഫുഡ്, ദ ബോഡി ഓൾസോ പ്രൊഡ്യൂസ് കൊളസ്ട്രോൾ. ഇഫ് ദ ലെവൽ ഓഫ് കൊളസ്ട്രോൾ ബിക്കം ഹൈ, ഇറ്റ് adhere to the inner wall of the blood vessel and prevent the flow of blood. ഓക്കെ, അപ്പൊ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ ആ ഒരു ഫ്ലോ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ ബോഡി ഫംഗ്ഷൻ ഒക്കെ എന്താണ്? പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. അതാണ് പിന്നീട് ഈ പറയുന്ന കാർഡിയാക് ഡിസീസിനൊക്കെ കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഫാറ്റിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Bye-bye.